അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കോഴിക്കാർപ്പിനെ പിടിച്ച് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളം പണിയെല്ലാം കഴിഞ്ഞല്ലോ. ഇനി കോഴിക്കാർപ്പിനെ അതിൽ നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 15 എണ്ണം ചത്തുപോയ സ്ഥിതിക്ക് കുറച്ചെണ്ണത്തിനും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര അടി കിട്ടിയാലും നന്നാവാത്ത ഒരാൾ എന്നെ പൂച്ചക്കുട്ടിയോള്. കാരണം കോഴിക്കാർപ്പിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഏത് നേരം ആ വെള്ളം നക്കി കുടിക്കലാണ് എൻ്റെ പൂച്ചക്കുട്ടിയുടെ ഈ മെയിൻ പരിപാടി കിട്ടുക. അപ്പോൾ അനിയനാണെങ്കിൽ ഓക്സിജനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോന്നിനും ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് തുടങ്ങി. അതിൽ ബ്രാല് കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കോഴിക്കാർപ്പിനെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള 10-20 എണ്ണത്തിന് മാത്രമേ നമ്മൾ ഇതിൽ ഇടുന്നുള്ളൂ. ഇനി കുറച്ചാക്കി വാങ്ങി ഡസൻ കണക്കിന് വാങ്ങിയിട്ട് വേണം നമുക്കതൊന്ന് നിറയ്ക്കണമെങ്കിൽ. പണ്ടൊക്കെ ആണെങ്കിൽ അനിയന് മീനിനോടുള്ള ക്രേസ് തുടക്കമുള്ള സമയത്ത് നമ്മൾ ഗോൾഡ് ഫിഷാണ് കൂടുതൽ വാങ്ങാറ്. ആ ടൈമിൽ ഞാൻ മീനിനൊക്കെ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് കുറേ നേരം അത് പടയണത് നോക്കി നിന്ന സമയങ്ങളുണ്ട്. എനിക്കിപ്പോൾ കൈ കൊണ്ട് അതിനെ പിടിക്കുമ്പോൾ അതാണ് ഓർമ്മ വന്നേട്ടാ. അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ അവസരമൊക്കെ അതിനെ ഞാൻ കയ്യിൽ നന്നായി ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനുകളെ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് എൻ്റെ അനിയൻ തരില്ല പിടിക്കാനായിട്ട്. കാരണം ഞാൻ അതിന് ശ്വാസം മുട്ടിക്കുന്നതാണ് അവൻ പറയാം. സത്യം പറഞ്ഞാൽ നമ്മൾ അലിഗേറ്റർകാരന് വേണ്ടിയിട്ടാണ് ഈ കുളം കുത്തിയെങ്കിലും കുളത്തിന് വലിപ്പം നല്ലപോലെ കൂടിയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും വിചാരിച്ചു ഇതിൽ കോഴിക്കാർപ്പിനെ നിറയ്ക്കാമെന്ന്. കാരണം അവർ ഓടി കളിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ള അവർ കൂട്ടത്തോടെയാണല്ലോ ഓടി കളിക്കുക. അപ്പോൾ ആ കുളം നിറച്ച് ഇനി കോഴിക്കാർപ്പിനെ നിറയ്ക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ അലിഗേറ്റർകാരൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ബ്രാലും കുട്ടികളും ഇട്ടിട്ടുണ്ട്. ഇനി അവരെ ഒരുമിച്ച് വളരട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ ഓരോരുത്തരെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ അനിയനാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഇയർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു തരുന്നത്. നല്ല രസമുണ്ട് ഇവരൊക്കെ കാണാട്ടെ. ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ഇവരുടെ ഭംഗി. കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോരുത്തരെ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരായിരിക്കും നമ്മുടെ കുളത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഓരോരുത്തരെ പുതിയത് വാങ്ങുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ പുതിയ മീനുകളും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്ന വരെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.